ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ, അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പഴയ നിയമത്തിൽ നമ്മൾ അതിൻ്റെ പശ്ചാത്തലം കാണുന്നുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ ജനം അനുതാപത്തിന്റെ അവസരത്തിൽ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവത്തോട് കാരുണ്യം യാചിച്ചിരുന്നു. കാരണം ദൈവം നിനവേ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്തപ്പോൾ ആ നഗരത്തിലുള്ള എല്ലാവരും, രാജകൊട്ടാരത്തിലുള്ള അംഗങ്ങളടക്കം അവിടുത്തെ സാധാരണ ആളുകളും അടിമകളും പക്ഷി മൃഗാദികളടക്കം എല്ലാവരും ഉപവാസത്തിലേക്കും അനുതാപത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും പ്രവേശിച്ചു. അന്ന് അനുതാപത്തിന്റെ ഒരടയാളമായിരുന്നു ഈ ചാക്കുടുത്ത് നെറ്റിയിൽ ചാരം പൂശുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹൃദയത്തിന്റെ അനുതാപമാണ്. ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിന്റെ ബാഹ്യചിഹ്നമായി ഞങ്ങൾ പൂശാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. നമ്മൾ ഇപ്പം നെറ്റിയിൽ ചാരം പൂശുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കുർബാന സ്വീകരണത്തിന് വരുന്നത് പോലെ തന്നെ മുൻപിൽ രണ്ടച്ഛന്മാർ നിൽക്കും. വരിയായിട്ട് മുമ്പിലുള്ളവർ അങ്ങനെ വരിക. നടുഭാഗത്ത് രണ്ടച്ഛന്മാർ നിൽക്കും. അപ്പോൾ അവരുടെ അടുത്ത് വന്നും നമ്മൾ കുർബാന സ്വീകരണം നടത്തുന്ന അതേ ക്രമത്തിൽ തന്നെ വന്നു പോകാനായിട്ട്, തിക്കും തിരക്കും ഉണ്ടാകാതെ വന്നു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യാനീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും ദൂരം. മനുഷ്യാനീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും ദൂരം. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. സീറോ മലബാർ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവർക്ക് നോമ്പിൻ്റെ ആരാധനാക്രമകാലം 50 നോമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഞായറാഴ്ചകൾ കൂടെ കണക്കാക്കുന്നതിനാലാണ് ഇത് 50 ദിവസം നീണ്ടു നിൽക്കുന്നത്. അതേസമയം ലത്തീൻ ആചാരക്രമത്തിലുള്ളവർ ഇന്നേ ദിവസം വിഭൂതി ബുധനായി ആചരിക്കുന്നു.
പഴയ നിയമത്തിൽ എളിമയുടെയും ദുഃഖത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മരണത്തിൻ്റെയും അടയാളമായിട്ടാണ് ചാരം ഉപയോഗിച്ചിരുന്നത്. ആ കാരണത്താലാണ് ക്രൈസ്തവർ ഈ ആചാരം സ്വീകരിച്ചത്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ വിഭൂതി തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.